ഞാനിപ്പോൾ ഷോക്കായി നിൽക്കുക. കാരണം ഞാനിപ്പോൾ സ്പോൺ ചെയ്ത് ഒരു കിടിലൻ സ്ഥലത്താണ്. ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ അതൊരു വലിയ കഥയാണ്. ഓക്കെ, ഇത് നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡായിരിക്കും. കാരണം നമ്മുടെ പഴയ സീരീസ് നടത്തിയ ആ വേൾഡ് നമ്മൾ ഡിലീറ്റായിപ്പോയി. എങ്ങനെയാണെന്നറിയത്തില്ല. ഓക്കെ ഓക്കെ ഇതിപ്പം പുതിയൊരു സീരീസായി പുതിയൊരു എപ്പിസോഡാണ് ലെറ്റ്സ് പ്ലേയുടെ. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ലെറ്റ്സ് പ്ലേ. ഓക്കെ, ഇപ്പം ഞാനിന്നെ നിങ്ങൾക്കത് കാണിച്ചു തരാം, എന്തോ ആ സർപ്രൈസ് എന്ന്. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ പുതിയ കോസ്റ്റ്യൂം. കണ്ടില്ലേ, ക്രീപ്പറിൻ്റെ ഒരു രീതിയിലാണ്. ഒരു ഹുഡി, പിന്നെ ഒരു പാൻറ്റൊക്കെ തിളങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ കണ്ട് ഷോക്കായത് നിങ്ങളെ കൂടെ കാണിക്കാൻ പോകണം. നേരെ തിരിയാണ് തേക്കൻ റൈസ്. നമ്മളൊരു സ്പോൺ ആയത് തന്നെ ഒരു വില്ലേജിലോട്ടാണ് ഐസ്. അത് മാത്രമല്ല, ഈ വില്ലേജിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് 2 വില്ലേജാണ് ഐസ്. 2 വില്ലേജ് ഒരുമിച്ച് ഇതായതാണ്. കണ്ടില്ലേ, ഇത് കുറേ ഉണ്ട് ഐസ്. ഇവിടെ കുറേ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് ഇല്ലാതെ ഒരു കണ്ടില്ലേ, ഇവിടെ കുറേ പേരുണ്ട്, കുറേ ഇതുണ്ട്. 2 വില്ലേജും കണ്ടാണ് ഐസ് ഇത്. പിന്നെ ഇവിടെ ഒരു നമ്മുടെ ഇതിനെന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ഓക്കെ, നിങ്ങൾ കമൻറ്റിൽ പറയാം ഇതിനെന്താ പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ചെസ്റ്റ് ഇരിപ്പുണ്ട്. ഇതിനകത്ത് എന്നാകെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇതിന് 2 ഫയർ പ്രൊട്ടക്ഷൻ 2ഉം ഫയർ പ്രൊട്ടക്ഷൻ പ്രൊജക്റ്റിൽ പ്രൊട്ടക്ഷൻ 4ഉം കൊള്ളാം ഗൈസ്, കുഴപ്പമില്ല. നമുക്ക് നെതറിൽ പോയി യൂസ് ചെയ്യാം. പിന്നെ 2 ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഇരിപ്പുണ്ട്. പിന്നെ എഫിഷ്യൻസി 4 ഗോൾഡൻ ഹൂ എഫിഷ്യൻസി 4, പക്ഷേ ഗോൾഡായി പോയി. ക്ലോക്ക് ഉണ്ട്, പിന്നെ 6 ഗോൾഡൻ ക്യാരറ്റും ഉണ്ട്. ഓക്കെ, ഇത് തന്നെ സെറ്റ്. ഓക്കെ, നമുക്കിത് രണ്ടും അങ്ങ് ഇട്ടേക്കാം. ഹെൽമെറ്റ്, ചെസ്റ്റ്. ഓക്കെ ഗൈസ്, ഈ പോർട്ടൽ കംപ്ലീറ്റ് ആക്കാൻ 3 ഓപ്സിഡും കൂടെ മതി. നമ്മുടെ നെതറിലോട്ട് പോകാനുള്ള വഴി ഇച്ചിരി കൂടെ എളുപ്പമായിട്ടുണ്ട്. ഓക്കെ, ഈ 3 ഓപ്സിഡ് ഇവിടുന്ന് വല്ലതും കിട്ടുമായിരിക്കും. നമുക്ക് നോക്കാം, അത് എളുപ്പമാണ് കിട്ടാൻ. അല്ലെങ്കിൽ ആ ലാവ ഒന്ന് ഒരു ഇതാക്കിയാലും മതി, വെള്ളം ഒഴിച്ച് ആക്കിയാൽ മതി. ഓക്കെ, നമുക്കിനി ഇവിടുത്തെ ആൾക്കാരെയൊക്കെ നോക്കാം. ഇവിടെ ബ്ലാക്ക് സ്മിത്ത് ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ എളുപ്പവും. ബ്ലാക്ക് സ്മിത്ത് കാണും, അവിടെ ഉണ്ട് ഗൈസ്. നമുക്ക് ഈ പശുവിനെ കൊല്ലാം. അങ്ങനെ ഉണ്ടോ നോക്കാം ഗൈസ്. ഓക്കെ, ഇത് കൊല്ലാനുള്ളതല്ലല്ലോ അല്ലേ. ഓക്കെ, ഇവിടെ ഒന്ന് കുഴപ്പമില്ല, കുറച്ച് എഫിഷ്യൻസി 4 കൊണ്ട് കൃഷികൾ വന്നിട്ട് യൂസ് ചെയ്യാം. കൃഷിക്കൊക്കെ നല്ലൊരു സെറ്റാകും. ഓക്കെ, അതെ നമ്മുടെ വില്ലേജേഴ്സ് 2 കൃഷി ചെയ്യുന്നവരുണ്ട്, ഫാമേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്കൊരു മരം മുറിക്കാം. ഗൈസ്, ട്രിപ്സ്റ്റോൺ പോണെന്ന് കണ്ടല്ലേ പറയുന്നത്. കേസ് ഇവിടെ ട്രിപ്പ് സ്റ്റോൺ ഉണ്ട്. ഓക്കെ, ഉണ്ടോ, ഇവിടെ ട്രിപ്പ് സ്റ്റോൺ ഉണ്ട്. ഓക്കെ, നമുക്കൊരു മരം മുറിക്കാം. പക്ഷെ ഇതിൻ്റെ ശരിക്കുള്ള യൂസ് എന്നാന്ന് എനിക്കറിയത്തില്ല. വെള്ളം ഡ്രോപ്പ് ചെയ്യാനാന്ന് തോന്നുന്നു. വല്ലതും ഇതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇവിടെ കയറി ചെത്താൻ നമുക്ക് ഒരു മനസ്സുഖമുണ്ട് ഇപ്പം. നമുക്ക് ഈ മരം മുറിക്കാം. ഇവിടെ നമ്മൾ ടൂൾസ് ഒന്നും ആയതില്ല, ഇപ്പം നമ്മൾ വന്നതല്ലേ ഉള്ളൂ, ഫോൺ ആയതേ ഉള്ളൂ. ഇപ്പോൾ വില്ലേജ് ഉള്ളതുകൊണ്ട് ഇച്ചിരി കൂടെ എളുപ്പമായി. ഇത് വന്നിട്ട് മുറിക്കാം. നമുക്കിവിടെ പെട്ടെന്നൊരു ട്രെയിനിങ് ഹാൾ ഉണ്ടാക്കണം. ഇവിടെ ബ്ലാക്ക് സ്മിത്തൊക്കെ ഉണ്ടായിരിക്കും. ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്, ഞാൻ സ്റ്റോൺ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, സ്റ്റോൺ ടൂള്. ബ്ലാക്ക് സ്മിത്ത് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പവും. നമുക്ക് ഇവിടുത്തെ കുറേ വില്ലേജൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ എളുപ്പവും. ഓക്കെ, നല്ല എമറാൾഡൊക്കെ പറ്റിച്ചങ്ങ് എടുക്കും ഗൈസ്. ഓക്കെ, നമുക്ക് ഈ വില്ലേജിലെല്ലാം ഒന്ന് കയറി നോക്കാം. ഓക്കെ, ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് പിന്നെ ക്യാരറ്റ് കഴിക്കാം. ഓക്കെ, ഇതൊരു പൂച്ച വന്നുണ്ട്. നമുക്ക് ഈ വീട്ടിലെല്ലാം കയറണം, കാരണം പെട്ടിക്ക് വേണം. പെട്ടിക്കകത്ത് എല്ലാം കഴിക്കാൻ വേണം. ഇവിടെ സ്റ്റോൺ ടൂൾ ഇരിപ്പുണ്ട്. സ്റ്റോൺ ടൂൾ ഉള്ളപ്പോഴാണ് ഈ അറിയത്തില്ല, നമുക്ക് നോക്കാം. എന്തായാലും ഉറപ്പല്ല, മുമ്പ് കണ്ടായിരുന്നുണ്ട്. ഞാൻ ഇവിടെ ഒന്ന് കയറി നോക്കിയിട്ടാണ് ഇത് നിറക്കൂടെ. അതെ കണ്ടോ, ബ്ലാക്ക് സ്മിത്ത്. അതെ ഇവിടല്ലേ, ഇവിടെ കാണുന്ന എനിക്കറിയാം. അതിനകത്തൊരു പെട്ടി ഇരിപ്പുണ്ട്. നമുക്ക് അതിനകത്ത് എന്നാന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഇല്ല. ഓക്കെ, ഡയമണ്ട്. ഓക്കെ, ഡയമണ്ട് ഉണ്ട്. ഡയമണ്ട് പിന്നെ മറ്റേ കുതിരക്കിടുന്നവരുണ്ട്.
ഡയമണ്ട് 5 ഡയമണ്ട് കിട്ടി നമുക്ക്. പിന്നെ മറ്റേ ഡയമണ്ട് ഹോഴ്സ് ആർമർ കിട്ടി. പിന്നെ 3 ആപ്പിള്. പിന്നെ ഒബ്സിഡിയൻ 4 കിട്ടി, 5 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ നെതർ ഉണ്ടാക്കാം. നെതർ പോർട്ടൽ മുമ്പ് നമ്മൾ കണ്ടാക്കുന്നല്ലോ, ചെസ്റ്റ് പ്ലേറ്റ് ആണ്. ചെസ്റ്റ് പ്ലേറ്റ് കേസ് ഇത് നല്ലൊരു വില്ലേജാണ്. നമുക്കൊരു 5 ഡയമണ്ട് കിട്ടി, അല്ല 6 കീസ് കിട്ടി കേസ്. ഇത് ഇവിടെ കുറേ പേര് ഇങ്ങനെ വന്ന് ഇവരെന്നെ പറയുന്നത്. ഇതാണ് നമ്മുടെ വെപ്പൺ സ്മിത്ത്. ബ്ലാക്ക് സ്മിത്തല്ല, വെപ്പൺ സ്മിത്ത്. 15 കോള് കൊടുത്ത ഒരു എമറാൾഡ് ആയിരുന്നു കേസ്. ഓക്കെ, ഫയർ ആസ്പെക്റ്റ് കൈസ് ഇതിൻ്റെ ഒരു ഇതുണ്ട്, 6 അറ്റാക്ക്. ഓക്കെ, സീഡിയിൽ നമ്മുടെ സ്വാഡുണ്ട്. അത് നമ്മൾ 17 മേടിക്കാം. ഇതൊരു ഓക്കെ, ഇത് തന്നെ ഉള്ളത് സ്മിത്ത്. ഇവനെ നമുക്ക് ട്രേഡ് ഹാളിലോട്ടൊന്ന് കയറ്റണം. അപ്പം ഇങ്ങനെ കയറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് വല്ലതും ഉണ്ടോ നോക്കാം. ഇതിനകത്ത് തന്നെ പക്ഷേ ഞാൻ മുമ്പേ ആ റൂമിൽ നിന്നപ്പം ഈ ഒരു വന്ന് നമ്മളെ അടിക്കുന്നുണ്ട് കേസ്. ഈ പന്നി വന്ന് നമ്മളെ അടിക്കുന്നുണ്ട്. കൂടെ കോലമുണ്ട്. വെറുതെ നമ്മളെ ഒന്ന് ചൊറിയാണ് കേസ്. അല്ലാതെ അറിയത്തില്ല ഈ വില്ലേജ് കയറിയാണോ എന്നറിയില്ല. ഓക്കെ, കണ്ടില്ലേ ചുറ്റുവളഞ്ഞ്. ഇപ്പോൾ വെളിയിൽ നിന്ന് ഇറങ്ങി എനിക്ക് അടി കിട്ടും. ഓക്കെ, നമ്മളിപ്പം ഒരു സോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഡയമണ്ട് സോഡ്. പിന്നെ നമുക്ക് അമ്മരെ ഒരു അടി അടിക്കാം. നമുക്ക് പതിയെ വെളിയിലോട്ട് പോകാൻ നോക്കാം. അതെ കേസ് കണ്ടോ, കോഴിയൊക്കെ എൻ്റെ പുറകെ വരുവാണ്. ഓക്കെ, നമ്മളത് ബാക്കായി പോയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ പോകാം. ഓക്കെ, അമ്മരവിടെ തന്നെ കാണും. എൻ്റെ സാധനം എല്ലാം പോയി. ഓക്കെ, എന്നെ കൊന്നു തോന്നി. നമ്മളവിടെ നടന്ന് ബാക്കിയായി പോയെന്ന്. ഓക്കെ, ബോർഡം കൊന്നു. വീണ്ടും വരുന്നു. ഒന്ന് പോരാന്ന് തോന്നി. കോട സാധനം എല്ലാം അവിടെ കിടക്കണേ. 3 4 ഇനി നമ്മളെ കൊല്ലാനും പോയിരിക്കും. കോലത്തെ കൊള്ളായിരിക്കുക. പിന്നെ പന്നിയല്ലല്ലോ അതിനെന്നെ പറയുന്നത്. ഓക്കെ, എന്തായാലും പോർക്ക് തന്നെയാണ് സംഭവം. ഓക്കെ, സാധനം കേട്ടോ അതിൻ്റെ കൂടെ ഉള്ളത്. ഇതിൻ്റെ വടി വെച്ചല്ല എന്തായാലും ചാടിക്കില്ല. ചേർന്ന് വടി വെച്ച് തന്നാൽ ഭയങ്കര പാടായിരിക്കും. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം നമുക്ക്. എന്നിട്ട് അവനൊരു വാളും എല്ലാം ഉണ്ടാക്കി വല്ല ക്രാഫ്റ്റിംഗ് ടേബിൾ ഇപ്പോൾ എവിടെ വെക്കും? ഇവിടെ വെക്കാം. മുഞ്ചി ഫീസ് പൊട്ടത്തരം കാണിച്ച് നമ്മളവിടെ വെച്ചപ്പോൾ അതിൻ്റെ മണ്ട കയറി അവൻ എന്നെ അടിച്ച് കൊന്നുകൂടെ പോവാം. എന്നിട്ട് അവനെ ഒന്ന് കൊല്ലാം. എൻ്റെ സാധനം എല്ലാം കിടപ്പുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അത് പറയും. എന്നാലും നമ്മളെ കൊന്നല്ലേ പിന്നെ ഒന്നുകൂടെ നമുക്ക് കൊല്ലണം. സാധനം പൊക്കിയോ? ഇവിടെ എന്ത് സംഭവം കിടപ്പുണ്ടായിരുന്നില്ല. അത് മൈൻഡ് ആക്കേണ്ട. എൻ്റെ ചേട്ടൻ കൊണ്ട് അവിടെ കിടന്ന് കാണിക്കുന്നത് ഏതൊക്കെ ബാക്കി പോയപ്പോൾ കഴിയും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്തില്ലെങ്കിൽ നിൻ്റെ മൂക്കടിച്ചിടാൻ വിളിക്കും. ഓക്കെ, നമ്മളിനി വീട് പണിയണം. വീട് പണിതിട്ട് നമുക്ക് ട്രേഡ് ഹാളൊക്കെ ഉണ്ടാക്കി സെറ്റ് ആക്കണം. അപ്പോൾ ഇനി നമ്മളെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പം ബൈ.